ഉമ്മയും വാപ്പയും പിന്നെ ഒരു അനിയത്തിയും ഉണ്ട്. ഓ, അപ്പൊ അനിയത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ലേ? എന്ത് തീരുമാനം? അല്ല, മൂത്തോളുമാരൊക്കെ ഇങ്ങനെ കണ്ടവന്മാരെ കൂടെ ഒളിച്ചോടി പോയാലേ താഴെയുള്ളവർക്ക് നല്ലൊരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു കല്യാണ ആലോചന വരുവോ? അല്ലെങ്കിൽ പിന്നെ അവളും നിന്നെ പോലെ കണ്ടവന്മാരെ കൂടെ ചാടിപ്പോണം. എന്താ ചെയ്യാ, ഇങ്ങനെ ഓരോരോ സന്തതികൾ ജനിച്ചാലേ ആ കുടുംബത്തിന് പിന്നെ ചീത്തപ്പേരന്നെ. എന്റെ അനിയത്തിന്റെ കാര്യം ആലോചിച്ചിട്ടേ ഷംലത്താത്ത വിഷമിക്കണ്ട. അവളെ പഠിക്കുക, അതിനൊക്കെ ഇനിയും സമയമുണ്ട്. ഓ, അല്ല, ഇതെന്ത് വേഷമാ? ഇവിടെയുള്ളവരാരും ഇങ്ങനത്തെ തുണിയൊന്നും ഉടുക്കില്ല. പാന്റും ബനിയനും കണ്ടാലും മതി, ചെറിയ കുട്ടികൾ ഇടുന്ന പോലെ. ഇവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ ചുരിദാറാ ഇടുക. ഇതൊരുമാതിരി ആണും പെണ്ണും കെട്ട കോലം. അവനവനിക്ക് ചേരുന്ന കോലങ്ങൾ ഇട്ടാ പോരെ. അല്ല, വീട്ടിൽ നിന്ന് വരുമ്പോ നീ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? അതോ മറ്റവളെ പോലെ കയ്യും വീശിട്ടാ കയറി വന്ന്? എന്ത് ചെയ്യാനാ, ആയിഷത്താത്താക്ക് യോഗൂല. അത് പറഞ്ഞാ പോരെ. അല്ലെങ്കിൽ ഇത്ര നല്ല രണ്ട് ചക്കന്മാർക്ക് നല്ല തങ്കം പോലുള്ള പെണ്ണുങ്ങളെ കിട്ടില്ലേ, അതും വേണ്ടത്ര സ്വത്തും മുതലുമായിട്ട്. പിന്നെ ആയിഷത്താത്താനത്ത് നല്ല പോലെയൊക്കെ നിന്നോ. കുറച്ച് അടുക്കും ചിട്ടിയൊക്കെ ഉള്ള കൂട്ടത്തിലായി. അസ്നാന്റെ അടുത്ത് ചോദിച്ചാൽ മതി, അവള് പറഞ്ഞു തരും. അവൾക്ക് അറിയാം ആയിഷത്താത്താന്റെ സ്വഭാവം. ഇരുന്ന് കഴിച്ചു കൂട്ടാനേ കുറച്ച് പാടാ. ശരി, എന്നാ നിന്റെ പണികൾ നടക്കട്ടെ. ഷംലത്താത്തേ ഇടയ്ക്കിടയ്ക്ക് വരാം. ഓ, ഇങ്ങനത്തെ ഒരു സാധനം വെറുതെ അല്ല എന്റെ അമ്മായിമ്മ ഇങ്ങനെ ചെയ്ത്. ഇതൊക്കെയല്ലേ അപ്പുറത്തുപ്പുറത്തുള്ളത്.